ഫിറോസ് എന്ന ഒരു യാത്രക്കാരൻ അദ്ദേഹം എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ട്രാവൽ ഏജന്റ് ആണ് എന്നാണ് അറിയുന്നത്. ഫിറോസ്, എന്താണ് ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം? ഖത്തറിൽ വ്യോമപാത അടച്ചതോടെ നിരവധി വിമാന സർവീസുകളൊക്കെ ഇപ്പോൾ തടസ്സപ്പെട്ട ഒരു സ്ഥിതിയാണോ ഉള്ളത്? അതെ അതെ, ഞാൻ ട്രാവലർ അല്ല, ഞാൻ ട്രാവൽ ഏജന്റ് ആണ്. ഓക്കെ, നമ്മുടെ 1-2 പാസഞ്ചേഴ്സ് ഇപ്പൊ എയർപോർട്ടിലുണ്ട്. ദുബായിക്ക് പോകുന്ന ആളുകൾ 1 മണിക്കൂറായി. ഇപ്പൊ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് 9 മണി വരെ ആണ് എയർപോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ എയർ സ്പേസ് ക്ലോഷർ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ അതിനുശേഷം അത് സബ്ജക്ട് ടു എക്സ്റ്റൻഷൻ. പക്ഷെ ഇപ്പൊ ഉണ്ടായ ഇപ്പോ ലൈവിലി കുറച്ച് മിസൈലുകൾ ഇതുവഴി പാസ് ചെയ്തു. അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നതും കാണാൻ പറ്റി. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഈ അപ്ഡേറ്റ്സ് കിട്ടുമായിരിക്കും ഇപ്പൊ ഉടനെ. ജസ്റ്റ് നൗ സോഫാർ എയർപോർട്ട് 9 മണിക്ക് ശേഷം ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞത്. ശരി, എന്തായാലും ഫിറോസ്, ഇപ്പോൾ നിലവിൽ 9 മണി വരെ, ഖത്തർ സമയം 9 മണി വരെയാണ് വ്യോമപാത അടച്ചിട്ടുള്ളത് എന്നറിയുന്നു. ഇപ്പോൾ പറഞ്ഞൊരു മിസൈൽ പോയി എന്ന തരത്തിലൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഇനിയും ഈ വ്യോമപാത അടച്ചത് ആ നിയന്ത്രണം ഇനിയും തുടരാൻ സാധ്യതയുണ്ട്? അതാണ് ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എന്നുള്ള നിലക്ക് മാത്രമാണ് അത് ചെയ്തിരിക്കുന്നത്. വേറെ ഒരു ഫ്ലൈറ്റ് ക്യാൻസലേഷൻ ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല. ഡിലേസ് മാത്രമേ ഉള്ളൂ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് 2 to 3 hours ഡിലേ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ഷെഡ്യൂളിൽ. അപ്പോൾ അത് എത്രത്തോളം വിമാന സർവീസുകൾ ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ടാവും എന്നറിയാമോ? ഈ സമയത്തുള്ള ഒരുവിധം എല്ലാ ഫ്ലൈറ്റുകളും ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പൊ ഇന്ന് വരേണ്ട നമ്മുടെ എയർ ഇന്ത്യ ദുബായിക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, ഫ്ലൈ ദുബായ്. അത് തടസ്സം വന്നിട്ടുണ്ട്. ഇൻഡിഗോ മാനേജർ പറഞ്ഞത് ഇൻഡിഗോന്റെ ഒരു ഫ്ലൈറ്റ് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞേ. അപ്പം അതൊക്കെ തിരിച്ചു വരും. ഫിറോസ്, ഈ നിയന്ത്രണം അല്ലെങ്കിൽ ഈ വ്യോമപാത അടച്ചു തുടങ്ങിയിട്ട് എത്ര നേരമായി? ഇപ്പോൾ എത്ര മണിക്കൂറായി കാണും? നമുക്കൊരു 7 മണിക്കാണ് ഇത് വന്നത്. സോ ഹാർഡ്ലി ഒരു 3 hours ആണ് സസ്പെൻഷൻ പറഞ്ഞത്. അതിനുശേഷം നോർമലായ രീതിയിൽ തന്നെ വിമാന സർവീസുകൾ ഉണ്ടാകും എന്ന് തന്നെയാണോ അറിയുന്നത്? അതെ, അതൊരു വിലയിരുത്തലിന് ശേഷം എക്സ്റ്റെൻഡ് ചെയ്യുന്ന പറഞ്ഞത്. ടെമ്പററി ക്ലോഷർ അതിപ്പം എയർലൈൻസിന് എന്തായാലും ഒരു സമയം കൊടുക്കണമല്ലോ. ഇപ്പം നോട്ടിഫിക്കേഷനിൽ ടെമ്പററി ക്ലോഷർ എന്നാണ് എയർലൈൻസിന് സമയം കൊടുത്തത്. 9 PM വരെയാണ്. അപ്പൊ അതിനുശേഷമുള്ള ഷെഡ്യൂളുകളൊക്കെ ഇപ്പോൾ അതേ പ്രകാരം തന്നെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ടൈമിൽ വലിയ ചേഞ്ച് ഉണ്ടായിട്ടില്ല എന്നാണോ ഫിറോസ്? ഇല്ല, ഈ ഒരു 2-3 മണിക്കൂർ ഡിലേസ് ഉള്ളൂ സംഭവിക്കുന്നത്. ഓക്കെ, അതായത് ഈ വിമാന സർവീസുകളൊന്നും റദ്ദാക്കാത്തത് കൊണ്ട് വലിയ രീതിയിൽ യാത്രക്കാരെ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. അതെ അതെ അതെ, എനിക്ക് പുറത്ത് വല്ലാതെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് ശരി, നന്ദി.